നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്താനൊക്കെ ആയിട്ടാണ് കപിലവസ്തുവിൽ നിന്നും സിദ്ധാർത്ഥ രാജകുമാരൻ ലോകത്തിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുകയും ബുദ്ധമതം എന്നൊരു വലിയ മതം തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കേവലം ഒരു സൈക്കിളും എടുത്ത് ലോകത്തെ അറിയാനായി അല്ലെങ്കിൽ തന്നെ അറിയാനായി ഒരു സുഹൃത്ത് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അരുൺ തഥാഗതൻ. എറണാകുളം അമ്പലമേട് സ്വദേശി. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് ഒത്തുചേരുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നത് ചിലയിടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനല്ല, മറിച്ച് ജീവിതം നമ്മളിൽ നിന്നും രക്ഷപ്പെടാതിരിക്കാനാണ് എന്നൊരു വാചകമാണ് അരുൺ തഥാഗതനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നുക. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി കഠിനമായിരിക്കും. എങ്കിലും ചിലർ ആ വഴി തന്നെ തിരഞ്ഞെടുക്കും. സ്വന്തം കാലുകളെ മാത്രം വിശ്വസിച്ച് ഒരു സാധാരണ സൈക്കിളിൽ ലോകം കീഴടക്കാൻ സ്വപ്നം കണ്ടയാളാണ് അരുൺ തഥാഗതൻ. ഭൂമിശാസ്ത്രപരമായ അതിർത്തികളെയും ഭാഷാപരമായ വേലിക്കെട്ടുകളെയും അദ്ദേഹം ഭയന്നില്ല. അദ്ദേഹത്തിന് കൂട്ടായി ഉള്ളത് ഒരു സൈക്കിൾ മാത്രമാണ്. വ്യത്യസ്ത സംസ്കാരങ്ങൾ, മനുഷ്യർ, അവരുടെ ജീവിത രീതികൾ, ലോകത്തിന്റെ നേർചിത്രം ഒപ്പിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ് അരുണിന് ഈ യാത്രകൾ. 60-ലധികം രാജ്യങ്ങളിലാണ് അദ്ദേഹം സൈക്കിളിലൂടെ ഇതുവരെ യാത്ര ചെയ്തിരിക്കുന്നത്. വെറുതെ ദൂരങ്ങളെ അളക്കുകയല്ല, മറിച്ച് ഓരോ രാജ്യത്തെയും മുക്കിലും മൂലയിലും സഞ്ചരിച്ച് ആ അനുഭവങ്ങളെയെല്ലാം ചേർത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എറണാകുളം അമ്പലമുകളിലെ ഒരു സാധാരണ മലയാളിയുടെ സാഹസികത ഇന്ന് ലോകത്തിന് തന്നെ പ്രചോദനമാവുകയാണ്. എല്ലാ പ്രതിസന്ധികളെയും പുഞ്ചിരിയോട് നേരിട്ട ഈ മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് മറ്റെന്തിനേക്കാളും തിളക്കമുണ്ട്. താൻ കണ്ട കാഴ്ചകളും കേട്ട കഥകളും ആ യാത്ര അദ്ദേഹത്തിൽ വരുത്തിയ മാറ്റങ്ങളും പങ്കുവെക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം വർത്തമാനം പറയാനെത്തിയിരിക്കുന്നത്. അരുൺ, നമസ്കാരം. നമസ്കാരമുണ്ട്. നല്ലൊരു പേര്, അരുൺ തഥാഗത്. അതിൽ തന്നെ ആരംഭിക്കാൻ തോന്നുന്നു അല്ലേ? പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു പേര് സ്വീകരിക്കാനുള്ള കാരണം? ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അവരുടെ സ്ഥിരം ചോദ്യമുണ്ട്, സർനെയിം ക്യാ ഹേ, സർനെയിം ക്യാ ഹേ. ഇപ്പൊ മലയാളികൾക്ക് നമുക്ക് സർനെയിം ഇല്ല. മിക്കവർക്ക് അച്ഛന്റെ പേരാണ് പരമാവധി ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലർക്ക് ജാതി പേരാണ്. ഉത്തരേന്ത്യ ചോദിക്കുന്നതിനാണ്, ജാതി അറിയാനാണ്. അപ്പൊ ജാതി ഇല്ലാത്ത നമ്മളിപ്പോ കൊച്ചിൻ എന്ന് പറഞ്ഞുകൊണ്ട് ചിലരിടും, ട്രൂപ്പിന്റെ പേരിടും. അപ്പോൾ ഞാൻ അതൊന്നുമില്ലാത്ത ജാതി മത ഭേദമൊന്നുമില്ലാത്ത ഒരു പേരിന് വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഞാൻ എന്നേരം ബീഹാറിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്നത്, അതിൽ ബുദ്ധൻ്റെ ലുംബിനി കൂടിയൊക്കെ സഞ്ചരിക്കുക. അപ്പോഴാണ് ഈ ഇല്ലാതായ ഭാഷയാണ് പാലി, അതിലെ വാക്കാണ് ബുദ്ധൻ എന്നർത്ഥം വരുത്തുന്നതാണ് തഥാഗതൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. നമ്മളെ പേരിനോടൊപ്പം ചേരുമ്പോൾ ചില വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ വാക്കുകളുടെ അർത്ഥം നമ്മളിലേക്ക് ആഴത്തിൽ വരും. യാത്രയാണ് ജീവിതം എന്നൊരു ബോധോദയം ഏത് വയസ്സിലാണ് ലഭിക്കുന്നത്? ഞാൻ പറയുക 1947 സ്വാതന്ത്ര്യം കിട്ടിയത്. നമുക്കൊരു 35 വരെ സമൂഹത്തെ പേടിച്ച്, കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടടുത്തുള്ള, അന്ന് സാമ്പത്തികമില്ല, ഈ സ്കൂളിലെ എക്സ്കർഷൻ പോകുമ്പോൾ പോലും അതിന് പോലും പറ്റിയിരുന്നില്ല. അവരോടൊക്കെ അസൂയ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എറണാകുളത്ത് സിനിമയ്ക്ക് പോയി വന്നവരോട് അസൂയയോടെ കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് ജോലിയും കിട്ടി കഴിഞ്ഞിട്ട് പോലും ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, കാരണം എല്ലാവരെയും ഭയന്നൊക്കെ ഇരിക്കണം. അത് ഗവൺമെന്റ് ജോലി ആയിരുന്നിട്ട് കൂടി പിന്നെ ഞാൻ തീരുമാനിച്ചു, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്ന അവരിന് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. നമ്മളുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്കും ഗുണമാകണം, കുറഞ്ഞ പക്ഷം ദോഷമാകരുത്. അങ്ങനെ സ്വയം ഇൻസ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇന്ന് ഞാൻ ലോകത്തെ ഇൻസ്പയർ ചെയ്യുന്നു. സാധാരണ മനുഷ്യൻ മാക്സിമം 2, 3, 4 രാജ്യം, 60 രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു, അതും സൈക്കിളിൽ. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഒരു ഭാഗ്യങ്ങളുടേതാണ്. എനിക്കും അത്ഭുതമാണ്. ഞാൻ എന്നെ തന്നെ അത്ഭുതത്തോടെയാണ്, ഈ ഞാനാണോ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ എക്സ്കർഷനിൽ പോയവരോ ഫോട്ടോയിൽ നോക്കിയിട്ട് അവരോടൊക്കെ കൊതിയോടെ നോക്കിയിരുന്നത്, അതേ ഞാനാണോ ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് എനിക്ക് അത്ഭുതമാണ്. ഇതൊന്നും പണം ഉണ്ടായിട്ടോ ഒന്നുമല്ല, എങ്ങനെയൊക്കെയോ നടന്നു എന്നാണ്. ധാരാളം പണമുള്ളവർക്കൊന്നും സാധിക്കുന്നില്ല, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ. ഈ 2019 ആദ്യമായി സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര? 2018 ആദ്യം നേപ്പാളിലേക്ക് ഒരു യാത്ര നടത്തിയിരുന്നു. അത് പക്ഷേ വാടകയ്ക്കെടുത്ത ഒന്നിലായിരുന്നു. പിന്നീട് 2019 ഇന്ത്യ, മ്യാൻമാർ അങ്ങനെ പോയി. കോവിഡിന് മുമ്പാണ് ഇറങ്ങുന്നത്. പക്ഷെ കോവിഡ് സമയത്തും ആ യാത്രയിൽ തന്നെയായിരുന്നു. അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ഞാൻ മ്യാൻമാറിലേക്ക് കയറുന്ന ആ കുറച്ച് കാലമേ മ്യാൻമാർ ഓപ്പൺ ആയിട്ടുള്ളൂ. പിന്നെ മ്യാൻമാർ അടച്ചു. പിന്നീട് ഇന്ന് വരെ, അതിന് മുമ്പും ആർക്കും പോകാൻ പറ്റിയിട്ടില്ല, അതിന് ശേഷവും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ്. തായ്ലാൻഡിലേക്ക് കയറി. തായ്ലാൻഡ് വരെ എന്ന് കരുതിയാണ് ഒന്ന് ഇറങ്ങിയത്. പക്ഷെ അതിങ്ങനെ തായ്ലാൻഡ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതങ്ങ് പൊക്കോളുന്ന്. പിന്നെ ഞാൻ ചെന്നു മലേഷ്യയുടെ വിസയ്ക്ക് ചെന്നു. അപ്പോൾ മലേഷ്യ പറഞ്ഞു, നിങ്ങൾ വിസ തരില്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കണം. അവരുടെ പോളിസി വെച്ച്, അതുമല്ല ബൈ ഫ്ലൈറ്റേ ഉള്ളൂ, ലാൻഡ് വഴി സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ അവരുടെ ഫോമൊക്കെ മേടിച്ച്
ഫില്ല് ചെയ്ത് അത് മെയിൽ ചെയ്തു. ആ. ഞാൻ ഇതേവരെ വിമാനത്താവളത്തിൽ പോലും പോയിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഇന്തോനേഷ്യക്ക്, ആ. സിംഗപ്പൂരിലേക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. എൻ്റെ ജെന്യൂനിറ്റി കൊണ്ടായിരിക്കാം, അവർക്ക് സത്യസന്ധമാണ് തോന്നിയോണ്ടായിരിക്കാം, അവർ ലാൻഡ് വഴി സ്പെഷ്യൽ വിസ അനുവദിച്ചിട്ട് അത് പിന്നെ തിരിച്ച് വീണ്ടും തായ്ലൻഡിൽ ഒന്ന് കംബോഡിയക്ക് പോയി, ലാവോയ്ക്ക് പോയി. പിന്നെ കൊറോണ വരുന്നു, അന്നേരമാണ് തിരിച്ച് ആദ്യമായിട്ട് വിമാനം കാണുന്നതല്ലേ. തിരിച്ച് നാട്ടിലേക്ക് വിമാനത്തിൽ വരേണ്ടി വന്നു. ഈ യാത്രയും നമ്മൾ സാധാരണഗതിയിൽ ഒരു കാറിൽ പോവുക അല്ലെങ്കിൽ കൂടുതൽ ഫ്ലൈറ്റിൽ പോവുക അങ്ങനെയൊക്കെയാണല്ലോ. സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് മനസ്സിലായത്? നേരത്തെ പറഞ്ഞല്ലോ ഉത്തരേന്ത്യ മുഴുവനും ബാക്ക് പാക്കറായിട്ട് പോയിന്ന്. അപ്പൊ ഞാൻ ചില ഹോസ്റ്റലുകൾ, ഈ അവിടെ ഡോർമെറ്ററികൾ അല്ലെങ്കിൽ അങ്ങനെ അപൂർവം പേർക്കപ്പുറം സൗഹൃദങ്ങളൊന്നുമില്ല. ഞാൻ ആലോചിക്കും ഇങ്ങനെ വെറുതെ കാഴ്ച കണ്ട് വെറുതെ ഇങ്ങനെ എന്താ ഉപരിപ്ലവമായിട്ട് പാസിംഗ് ആയിട്ട് അങ്ങനെ കടന്നു പോയിട്ട് എന്താ കാര്യം എന്ന് ആലോചിച്ചു. അപ്പോഴാണ് നേരത്തെ കുട്ടിക്കാലത്ത് വായിച്ച് മറന്ന ഒരു പത്രവാർത്ത, ഒരു സായിപ്പ് ഇങ്ങനെ യാത്ര ചെയ്യണതിൻ്റെ സൈക്കിളിൽ വന്നതിൻ്റെ. ഞാൻ പത്രവായന തുടങ്ങുന്ന കാലത്തുള്ളതാണ് ഇതപ്പോഴും മനസ്സിൽ ഹോണ്ട് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഇതിനെ എടുത്തുകൂടാ. സോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു കാറിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു മോട്ടോർ സൈക്കിളിലാണ് പോകണമെങ്കിൽ പെട്ടെന്ന് കടന്നു പോവാണ്, നമ്മളെയും കാണുന്നില്ല നമ്മളെയും കാണുന്നില്ല. ഈ സാധനത്തിൽ വരുമ്പോൾ അകലെ നിന്ന് തന്നെ ഇതിനൊരു കുറഞ്ഞ വേഗതയുള്ളൂ. അപ്പോൾ അകലെ നിന്ന് വരുമ്പോൾ തന്നെ ഈ ബാഗുകളെല്ലാം കാണുമ്പോൾ തന്നെ ഇത് എവിടെ നിന്നല്ലോ, ദൂരെ യാത്ര ചെയ്യാനാണല്ലോ, ഒന്ന് പരിചയപ്പെടണമല്ലോ, ആളുകൾക്ക് തോന്നും, നമ്മളുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ആളുകളെ പരിചയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അതെ, ഞാൻ യാത്ര പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് മലയാളികൾ, ഞാൻ ആരെയും ഇതായിട്ട് പറയണല്ല, നമ്മളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂർ ഓപ്പറേറ്റർമാർക്കൊക്കെ അറിയാം, അവരുടെ സ്ഥിരം തലവേദനകളാണ്. രാവിലെ എവിടെയോ ചോറും മീൻകറിയും കിട്ടണേ, മലയാളി ഹോട്ടൽ എവിടെയോ ഉള്ളത്. എനിക്കും തുടക്കത്തിൽ അങ്ങനെ തോന്നി. ഞാൻ യാത്ര ആസാമിൽ വെച്ചിട്ട് അവിടെ മലയാളി ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങിയതാണ്. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, അല്ല കേരള ഭക്ഷണം കഴിക്കാനാണെങ്കിൽ കേരളത്തിൽ ഇഷ്ടംപോലെ നല്ല ഹോട്ടലുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഈ ആസാമിൽ വന്ന്, ഞാൻ മണിപ്പൂരിലെ മ്യാൻമാറിലേക്കുള്ള യാത്രയിലാണ് തിരിച്ചു. പിന്നെ ഞാൻ ഇതുവരെ ഇപ്പം 9 മാസമാവുന്നു, ഏപ്രിൽ മാർച്ച് ശേഷം ഇന്ത്യൻ ഭക്ഷണവും കഴിച്ചിട്ടുള്ള, അരിയാഹാരം കഴിച്ചിട്ടുള്ള. 2019 യാത്ര ആദ്യം, അത് 2 വർഷത്തോളം നിന്നു അല്ലേ? അതെ, കൃത്യം 1 വർഷം എടുത്തു. അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ യാത്രയാണ് പാരീസിൽ നിന്ന് ആരംഭിച്ചു. ഈ യൂറോപ്പിൽ വിസയ്ക്ക് അപേക്ഷിച്ചിട്ട് ഇന്ത്യൻ പാസ്പോർട്ടും കൂടി വിസയ്ക്ക് അപേക്ഷിച്ചാൽ തന്നെ കാരണം നമ്മൾ പോയ ചരിത്രം കൊണ്ടൊക്കെയാണ്, ചെന്ന് കുടിയേറാനാണ് ആളുകൾ ഇപ്പോഴും നോക്കുന്നതൊക്കെ അങ്ങനെയാണെന്നാണ് ധാരണ. ഇന്ത്യ ആ റീജിയൺ അല്ല, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാനൊക്കെ അപേക്ഷ കാണുമ്പോൾ തന്നെ ഇവർക്കറിയാം ഇത് ഇവൻ പറയണൊക്കെ നുണയാണെന്ന്. അതുകൊണ്ട് തന്നെ കിട്ടില്ല. അതും നമ്മൾ കനത്ത സാമ്പത്തികം കാണിക്കണം, ഓരോ ദിവസത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ അക്കോമഡേഷൻ എല്ലാം കാണിക്കണം. ഇതൊന്നും കാണിക്കാനില്ല. പക്ഷെ ഞാൻ അവർക്ക് ഒരു കത്ത് വെച്ചു. പഴയ യാത്രയുടെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഇംഗ്ലീഷിൽ വന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് റിപ്പോർട്ടും കൂടി അറ്റാച്ച് ചെയ്തു. ഞാൻ ഇങ്ങനെയാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ അന്നേരം പറയാൻ പറ്റുള്ളൂ, കാരണം ഇതിലാണ് പോകുന്നത്, എത്തുമ്പോഴേ എത്താൻ പറ്റുള്ളൂ. പിന്നെ സാമ്പത്തികം കാണിക്കാനല്ലാത്ത സ്പോൺസർഷിപ്പുകളിലൂടെയും എല്ലാമാണ്. പല സ്പോൺസർഷിപ്പുകളിലൂടെയാണ് ഞാൻ കുറച്ച് ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതിൽ പലിശ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിരുന്നു പറയുന്നത്. ഇവർക്ക് ഇത് ജെനുവിനാണെന്ന് ബോധ്യപ്പെടും, വിശ്വസിക്കില്ല. ഞാൻ ചോദിച്ച തീയതി വരെ എത്ര പ്രാവശ്യം വേണേലും യൂറോപ്പിൽ വന്നു പോകുന്നത്. യൂറോപ്പിൽ ഒറ്റ വിസയ്ക്ക് പല രാജ്യങ്ങളിൽ, യൂറോപ്പിൽ ആ വിസ 29 രാജ്യങ്ങളാണ് ആ ഷെങ്കൻ ആ എഗ്രിമെന്റിലുള്ളത്. പക്ഷെ അതില്ലാണ്ടൊരു 10-12 രാജ്യങ്ങൾ കൂടി വിസ ഇല്ലാണ്ട് തന്നെ പോവാം. പ്ലസ് ആ വിസ ഉള്ളതുകൊണ്ട് തന്നെ 10-70 രാജ്യങ്ങൾ വീണ്ടും. സോ നമ്മളെ പാസ്പോർട്ടിന്റെ ലെവൽ പറയും. അതുകൊണ്ടാണ് എൻ്റെ യാത്ര എളുപ്പമായത്. അപ്പോൾ പാരീസിൽ നിന്ന് ആരംഭിക്കുന്നു. ഒളിമ്പിക്സ് വേദി എടുക്കാനുള്ള കാരണം ലോകരാജ്യങ്ങളെല്ലാം സമാധാനത്തോടെ, സഹവർത്തിത്വത്തോടെ പരസ്പരം മത്സരിക്കുമ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ട് പരസ്പരം പരാജയപ്പെട്ടവനും വിജയിച്ചവനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വേദി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതി. അങ്ങനെ പാരീസിൽ നിന്ന് ആരംഭിച്ച്, നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിലെല്ലാം ഇത് എളുപ്പമായതുകൊണ്ട് ഹോൾ യൂറോപ്പ് ചുറ്റി അങ്ങനെ വന്ന് ടർക്കി വഴിയാണ് വരുന്നത്. മുമ്പ് UAE, ഒമാനൊക്കെ പോയിരുന്നു. ഈ സൈക്കിള് താരതമ്യേന അപകടം പിടിച്ചൊരു വാഹനം കൂടിയാണല്ലോ. പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യതയുണ്ട്. പല രാജ്യങ്ങളിൽ ഇപ്പോൾ സൈക്കിൾ റൂട്ട് തന്നെ ഇല്ല, അല്ലെങ്കിൽ സൈക്കിളിന് വേണ്ടി ഒരു അങ്ങനെ ഒരു പരിപാടി ഇല്ല. ബഹ്റിനിലൊക്കെ ഇപ്പൊ തൽക്കാലം ഹെൽമെറ്റും ഇതങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോകുന്ന യാത്രകളിൽ അങ്ങനെ സൈക്കിളിന് വേണ്ടിയുള്ള റൂട്ടൊക്കെ ഉള്ള റോഡൊക്കെ ഉണ്ട്. യൂറോപ്പിലെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. ഇവർക്കെല്ലാം നമുക്ക് കാർപാത്ത് വളരെ ചെറുതോ കാർപാത്ത് ഉണ്ടാവുകയില്ല, പക്ഷെ ഇതിന് ബൈക്ക് പാത്ത് ഉണ്ടാവും. അത് ശരിക്കും നമ്മളുടെ ഭരണാധികാരികൾ ഇത്രയും യാത്ര പോകണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് മനസ്സിലാവുക പോലുമില്ല. എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഞാൻ ഈ എവിടെ ചെന്ന് എല്ലാ സമ്പന്ന രാജ്യങ്ങളിലടക്കം, അതായത് സ്വിറ്റ്സർലൻഡ് ആയിക്കോട്ടെ, ഡെൻമാർക്കിൽ ഇപ്പോൾ ഞാൻ അവസാനം ഉണ്ടായിരുന്നപ്പോൾ വരുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന റോഡ് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുക. ഒന്നില്ല ബൈക്ക് പാത്ത് ആയിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവിടെ മരങ്ങളും പാർക്കുകളും. അവരെ സംബന്ധിച്ച് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികതയാണ്. അവർക്കതാണ് വേണ്ടത്, അവർക്ക് ശുദ്ധവായു വേണം. അപ്പോൾ അവിടെ ബൈക്ക് പാത്തുകൾ ഇതുപോലെ സ്പെഷ്യൽ ബൈക്ക് മീൻസ് അവിടെയൊക്കെ ഇതിനെ
ബൈക്ക് എന്നാണ് പറയുക. ഇതിന്റെ ശരിക്കും പേര് നമ്മളൊഴികെ എല്ലായിടത്തും ബൈക്ക് എന്നാണ്. എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗരത്തിലെ തിരക്ക് കുറയുന്നു, പൊല്യൂഷൻ കുറയുന്നു, ജനങ്ങളുടെ ആരോഗ്യം കൂടുന്നു, സന്തോഷ നിലവാരം കൂടുന്നു. അത് ജനങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ജനങ്ങളും സന്തോഷത്തോടെയാണ് എടുക്കുന്നത്. ഈ സൈക്കിളിൽ ഇപ്പൊ എത്ര ഭാരം താങ്കൾ ചുമക്കുന്നത്? ഇതിന് 20-ലേറെ വെയിറ്റ് വരും. കാരണം ഇത് ഇത്തിരി വെയിറ്റ് കൂടിയതാണ് സാധാരണ വണ്ടിയൊക്കെ. ഇന്ത്യൻ മെയ്ഡ് ആണോ? അല്ല, ഇതൊരു US മെയ്ഡ് ആണ്. ഇത് എടുക്കുന്നത് കോമഡിയാണ്. ഞാൻ ഇത് കണ്ടിട്ട് പോലും ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല ഈ വണ്ടി. അപ്പൊ അന്ന് ഓൺലൈനും സജീവമല്ല. നമ്മൾ കുറെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് സായിപ്പന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്തുള്ളതിൽ വെച്ചിട്ട് ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് എടുത്തു. ഇന്ത്യൻ രൂപ വരുമ്പോൾ 2.25 ലക്ഷത്തിന് മുകളിൽ വില വരുന്നുണ്ട്. പ്ലസ് ആക്സസറി ഒക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി. ഇത് ഫ്രെയിമിനാണ് വില വരുന്നതൊക്കെ. അതായത് ഇമ്പോർട്ട് ചെയ്ത് വരുത്തി ഇതിനൊക്കെ ഓരോ ഇതിനൊക്കെ അളവ് തെറ്റിക്കഴിഞ്ഞാൽ കാശ് മുഴുവൻ പോയി. ഇതൊരു ടൈലർ മെയ്ഡ് പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ കൈയുടെ നീളം, ഈ നീളം, ഇത് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ഒരു അൽഗോരിതം ഉണ്ട്. അത് വെച്ചിട്ടാണ് അതിൻ്റെ ഇത് ചെയ്യുക. അത് കൃത്യമായിട്ട് അവിടെ അമേരിക്കയിലൊക്കെ അതൊക്കെ ഒരു മെക്കനൈസ്ഡ് ആയിട്ട് അത് പ്രത്യേകമായിട്ട് അതിനൊരു കോഴ്സ് തന്നെ, 1 വർഷത്തെ കോഴ്സൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ലാതെ ഒരാൾ വെറുതെ മനക്കണക്ക് വെച്ചിട്ട് അളന്ന് ഏകദേശം കണക്കൂട്ടിയാണ് ഇടുന്നത്. അവിടെ നിന്ന് തെറ്റിയാൽ പോയി. എന്തായാലും എങ്ങനെയൊക്കെയോ എല്ലാം ശരിയായി. കാരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ എങ്ങും എത്തില്ല. ഞാൻ യാത്ര ഇറങ്ങുന്നവരോടും പറയുന്ന ഇതാണ്, പ്ലാൻ ട്രിപ്സ് നെവർ ഹാപ്പൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു യാത്ര പോകാൻ പ്ലാൻ ചെയ്ത് ഭയങ്കര ചർച്ച, അത് ഇത് എല്ലാം ഉണ്ടാവും. കുറച്ചുകൂടി അടുക്കുമ്പോൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് യാത്ര ഇറങ്ങാൻ നേരത്തെ ആരും ഉണ്ടാവില്ല. വണ്ടി എടുക്കാൻ നേരത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന നടക്കില്ല. അങ്ങ് ചെയ്യുക എന്നുള്ളതേ മാർഗമുള്ളൂ. അങ്ങ് എടുത്തു. പിന്നെ പ്രപഞ്ച ആൽക്കമിസ്റ്റ് പറയുന്നത് സാധാരണ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറെ കെട്ടുപാടുകൾ ഉണ്ടാവും. പറഞ്ഞ 35 വയസ്സിന്റെ ആദ്യം പറഞ്ഞല്ലോ, താങ്കൾക്ക് ഇങ്ങനെ യാതൊരു കെട്ടുപാടും ഇല്ലേ? ഉണ്ട്. ഞാൻ സത്യത്തില് കൂടുതൽ കെട്ടുപാടുകളുള്ള ഒരാളാണ്. എൻ്റെ കെട്ടുപാട് കൂടുതൽ പ്രകൃതിയുമായിട്ട് മറ്റുള്ളവരുമായിട്ടാണ്. ഒരു കുപ്പി വെള്ളം പോലും വാങ്ങാതെ, അങ്ങനെ വളരെ നിർബന്ധം. ഒരു കുപ്പി വെള്ളമില്ലാതെ, ഒരു കവർ പോലും ഉപയോഗിക്കാതെ മണ്ണിലേക്ക് എത്രമാത്രം ഇത് ചേർക്കുന്നു. നാട്ടിലായിരുന്നപ്പോഴും പ്ലാസ്റ്റിക് ഇല്ലാത്ത നാട്ടിലൊരു കടയുണ്ട്. അത് യൂറോപ്പിലും വളരെ അപൂർവമാണ്. നാട്ടിലൊരാൾ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അത്രയും കമ്മിറ്റ്മെൻ്റ് ആണ്. അത്രയും നമ്മൾ മറ്റുള്ള പ്രകൃതിയോട്, മറ്റുള്ള ജീവജാലങ്ങളോട്, സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോടെയാണ്. അല്ലാതെ ഈ സ്വാർത്ഥതയുടെ ചില കെട്ടുപാടുകളുണ്ടല്ലോ, അതിനകത്തില്ല. കാരണം ഇത് വിശാലമായ കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും പറയുക, എനിക്ക് സത്യമാണത്. ലോകം മുഴുവനുമാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ എനിക്ക് വേണ്ടി എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരുപാട് വീടുകൾ, വളരെ സത്യസന്ധമായിട്ട് അവരെപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറയാവുന്ന ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. നല്ല പൈസ ഇതിനു വേണ്ടി ചിലവായിട്ടുണ്ടാവും ഇതുവരെ എനിക്ക് തോന്നുന്നു. അത്യാവശ്യം യാത്ര ചെയ്യണമല്ലോ. യൂറോപ്പ് ആയതുകൊണ്ട് വളരെ എക്സ്പെൻസീവ് ആണ്, അതൊരു സത്യമാണ്. ഞാൻ ലോൺ എടുത്താണ് യാത്ര. നമ്മളൊക്കെ ലോൺ എടുത്ത് വീട് വയ്ക്കും, കാറ് മേടിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തായാലും എത്ര വലിയ കാർ എടുത്താലും എത്ര വലിയ വീട് വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അസംതൃപ്തരാകും. അതിനു പകരം യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പണം മുടക്കിയാലും നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. കാരണം അത് ജീവിതത്തിലേക്കുള്ള നിക്ഷേപമാണ്. ഒരു മാരിസൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജർമ്മൻ ഷെഫ് ഉണ്ടായിരുന്നു. അവർ കൊച്ചിയിൽ വന്നപ്പോൾ യാദൃശ്യമായിട്ട് അവരെ കണ്ടുമുട്ടുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കാണ് എന്നിലെ തറച്ചേറിയത്. വലിയ വലിയ വീടുകളിൽ, വലിയ വലിയ പദവികളിൽ, വലിയ വലിയ കാറുകളിൽ, വലിയ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസസ്. വീഡിയോ ബ്ലോഗിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ യാത്ര ഒരു ട്രെൻഡായി. പക്ഷേ നിർഭാഗ്യവശാൽ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോറിനേഴ്സ് ഇവരാർക്കും ക്യാമറ പോലും ഇല്ലാതെ, മൊബൈലില്ലാതെ അങ്ങനെയാണ് യാത്ര പോകേണ്ടത്. നമ്മൾ അവിടേക്ക് എത്തി അതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടാണ്. അതിന് പകരം അലമ്പുണ്ടായി ഹായ് എന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. ആ രീതിയിലാണ് നമ്മളുടെ യാത്രകളൊക്കെ. അതിൽ നിന്ന് മാറിയിട്ട് യഥാർത്ഥ യാത്രികരായിട്ട് മാറണം. ഫോറിനേഴ്സൊക്കെ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. അതിലേയും നമ്മളും മാറുമായിരിക്കും. സ്വയം കണ്ടെത്തുക അല്ലേ? അതെ, സ്വയം അറിയുക. നമ്മൾ അതിലൂടെ നമ്മൾ വിമലീകരിക്കപ്പെടുക, ക്ലെൻസിങ് ആവുന്നു. നമ്മൾ പലതും പഠിക്കും, നമ്മളിലൂടെ അവരും പഠിക്കും, തിരുത്തിക്കൊണ്ടേയിരിക്കുക. അതിന് പകരം അതിനേക്കാൾ ഉപരി എനിക്ക് ഓഫ്ലൈനായിട്ട്, അതായത് കണ്ണുകൊണ്ട് ഐ ടു ഐ കോൺടാക്ട് ചെയ്യുക. അതിനാണ് ഞാൻ ഇതിനെ തന്നെ എടുത്തത്. ഇപ്പം എനിക്ക് ഇനി ഞാൻ വെറുതെ വ്ളോഗ് ചെയ്യണമെന്ന് കരുതാം. ഞാൻ ഏത് ഭാഷയിൽ വ്ളോഗ് ചെയ്യും? മലയാളികളെ മാത്രമല്ല, എനിക്ക് എത്രയോ ഭാഷക്കാരാണ്. അവരിലെ ആരോട് അതൊക്കെ ചെയ്യുന്നത് ഭാഷകൾ പലതും വരും. എങ്ങനെയാണ് അതൊക്കെ? ലോകം മുഴുവനും, യൂറോപ്പിൽ ഒരിടത്തും ഇംഗ്ലീഷില്ല. ലോകം മുഴുവനും പുഞ്ചിരികൾക്ക് ഒറ്റ ഭാഷയേ ഉള്ളൂ. പുഞ്ചിരികൾക്ക് സ്നേഹത്തിന് ഒരു ഭാഷയുള്ളൂ, ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് ഞാൻ പറയും. അതിനപ്പുറം യൂറോപ്പിൽ എവിടെ ചെന്നാലും എല്ലാം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. ഇപ്പം ചെച്ചിയെ ഒരു ചെറിയ രാജ്യം, അവിടെ ചെക്ക് എന്ന് പറഞ്ഞ ഭാഷ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ പോലും സാധനങ്ങൾ എഴുതി വെച്ചേക്കുന്ന പോലും ആ ഭാഷയിലാണ്. ഫ്രാൻസിൽ ചെന്നാൽ ഫ്രഞ്ചിലായിരിക്കും, സ്പെയിനിൽ ചെന്നാൽ സ്പാനിഷിലായിരിക്കും. ഓരോ രാജ്യത്തും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് എന്നാലും ആശയവിനിമയം എളുപ്പമാണ്. ചിരിച്ച് അവർ കാര്യം മനസ്സിലായി. ഇത് കാണുമ്പോൾ തന്നെ അവർ ഭയങ്കര റെസ്പെക്റ്റാണ്. അവർ എന്നെ ഏറ്റെടുക്കും. ഇപ്പോൾ പോളണ്ടിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ടൊരു ഫാമിലി 4 ദിവസം താമസിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ കുട്ടികൾ, 2 കുട്ടികൾ 10 വയസ്സിൽ താഴെയാണ്, 9 വയസ്സും 6 മറ്റോ വയസ്സുള്ള ഒരു കുട്ടിയും.
ഒരു ദിവസം മുഴുവൻ രാവിലെ എൻ്റെ ഒപ്പം അവരും ബൈക്ക് എടുത്തുകൊണ്ടാണ് കുട്ടികൾ. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്കാകെ പോളിഷ് അറിയാം, ചെക്ക് അറിയാം, കുറച്ച് സ്പാനിഷ് അറിയാം. അവരെന്നോടും വരികയാണ്. വൈകുന്നേരമായിട്ട് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ഒന്നും പറയുന്ന എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പക്ഷെ എല്ലാം മനസ്സിലാവുന്നു. ഭാഷകൾക്ക് ഹൃദയത്തിനൊറ്റ ഭാഷയേ ഉള്ളൂ. താങ്കൾ ഇങ്ങനെ പോകുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പോകുന്നു, പല വ്യത്യസ്തരായ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും ഷെയർ ചെയ്യാം? മോശം അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ ക്വാളിറ്റി ആണോ എന്നറിയില്ല, ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ മെമ്മറിയിൽ നിന്ന് അത് കാരണം നമ്മളത് ആലോചിക്കുന്നേ ഇല്ല അതിനെപ്പറ്റി. കാരണം എനിക്ക് എപ്പോഴും ഒരാൾ വന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ അന്നത്തെ ദിവസം ഹാപ്പിയാണ്. അപ്പോൾ 10 പേരാണെങ്കിലോ 100 പേരാണെങ്കിലോ അത് മാത്രമുള്ള മറ്റേതെങ്കിലും ചിന്തകളേ ഇല്ല. അതുകൊണ്ട് തന്നെ ധാരാളം അനുഭവങ്ങളുണ്ട് ആലോചിച്ച് വരുമ്പോൾ. പക്ഷെ അതൊന്നും എൻ്റെ ഓർമ്മകളിൽ പോലും ഞാനതൊരു വെറുതെ ഡിപ്ലോമസിക്കോ ഒന്നും പറയുന്നില്ല, അതെല്ലാം മാറിപ്പോവുകയാണ്. കാരണം അത്രയും നമ്മൾ ആളുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോശം ധാരാളം ഉണ്ടാകാം, ഉണ്ട്. നല്ല അനുഭവങ്ങൾ അതിന് ത്രാസ് എടുക്കുകയാണെങ്കിൽ ഇത് വളരെ താണും, അത് നമുക്ക് കാണാൻ പോലും ഇല്ലാത്ത അത്രയുമാണ്. നമ്മൾ ചെറിയ യാത്ര നടത്തുമ്പോൾ ഐറ്റിനറി, അതായത് എവിടെ പോകണം, ഏത് ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം, അല്ലെങ്കിൽ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യുന്നത്. ഇത് താങ്കൾ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഉറക്കം, അതുപോലെ തന്നെ വിശ്രമം, ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഈ നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയെ പറ്റി, നമ്മൾ നടത്തിയ ഒരു യാത്രയെ പറ്റി ആലോചിച്ച് നോക്കുക. ആ യാത്രയിൽ അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളായിരുന്നാണ് പിൽക്കാലത്ത് നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനം എല്ലാം. കൃത്യമായിട്ട് പോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കൃത്യമായിട്ട് വന്ന് ഒരു യാത്രയല്ല അതുപോലെ കറക്റ്റ് മറ്റേ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ട് അതൊക്കെയാണ് നമ്മളുടെ ഉള്ളിൽ വന്നേക്കുന്നത്. അതുപോലെ പോവുക, ബാറിൽ പോവുക, അല്ലെങ്കിൽ കുറെ കുപ്പി പൊട്ടിക്കുക, മദ്യപിക്കുക. അതിന് പകരം ജീവിതത്തെ ലഹരിയായിട്ട് എടുത്താൽ, നമ്മളുടെ അനുഭവങ്ങളെ ലഹരിയായിട്ട് എടുത്താൽ, ഇതെല്ലാം അനുഭവങ്ങളായിട്ട് എടുത്താൽ, സഞ്ചാരിക്ക് പോസിറ്റീവും നെഗറ്റീവും ഇല്ല, നെഗറ്റീവുകളും അനുഭവങ്ങളായിട്ട് എടുത്താൽ, എന്തിനേയും സ്വീകരിക്കാനുള്ള തുറന്ന മനസ്സോടെ ഇരുന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ലോകം വളരെ വിശാലമാണ്. ഇറങ്ങുക, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ വഴിയിൽ നിന്ന് തനിയെ പഠിച്ചു വരും. ഞാൻ തന്നെ ഇപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പലതും. എപ്പോൾ ഇതിൽ നിന്നൊരു ബോധോദയം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ, ജീവിതത്തിന്റെ ഒരു ഫിലോസഫി തന്നെ മാറിയിട്ടുണ്ട് കഴിഞ്ഞ 5-8 വർഷം. തീർച്ചയായിട്ടും ലഭിച്ച ഒരു ഫിലോസഫി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രശ്നമല്ല. നിങ്ങളൊരു ചിരിയോടെ ഇരുന്നാൽ, തല്ലാൻ വന്ന ആള് ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഈ വണ്ടി കണ്ടപ്പോഴേക്കും ഇങ്ങനെയാണല്ലേ മോഷ്ടിക്കാൻ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് മോഷ്ടിക്കാൻ വന്ന ഒരാൾ, ഇതുപോലെ തന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്ത്, അയാളെ മോഷ്ടിക്കാൻ വന്നതാണ്. അപ്പോഴാണ് ബൈക്കിൽ അയാൾ മാറുകയാണ്, അയാളിൽ തന്നെ ഇൻസ്പയർഡ്. മോഷ്ടിക്കാൻ വന്ന ആൾ വേഗം തന്നെ പൈസ വേണോ ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോൾ, പാരീസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു തെരുവ് സംഗീതകാരൻ, അയാൾ മനോഹരമായിട്ട് ഓടക്കുഴൽ വായിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അവിടുത്തെ ഏറ്റവും കുറഞ്ഞ തുക നമ്മളെ 100 രൂപയാണ്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എൻ്റെ കയ്യിൽ എവിടെയൊക്കെ തപ്പിയിട്ട് 1 രൂപ എടുത്ത് കൊടുത്ത് അയാൾക്ക് €1 അവിടുത്തെ കോയിൻ, €1 ആണ് കയ്യിൽ കോയിനായിട്ടുണ്ടായിരുന്നു. കാർഡ് വെച്ചിട്ടാണ് ഇത്. കാരണം അടിച്ചുകൊണ്ട് പോയാലും കാർഡ് പോയാലും അധികം പൈസ ഇല്ല എന്നുള്ളതുകൊണ്ട് പൈസ കയ്യിൽ വയ്ക്കില്ല. പുള്ളി എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ പൈസയൊന്നുമില്ല. പുള്ളി എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പൈസ വേണം, ഞാൻ തരട്ടെ. അത് ശരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് ഒരുപാട് ആ മനുഷ്യന് പോലും തോന്നണമെങ്കിൽ. ഒരു കൊച്ചുകുട്ടി എന്നോടൊപ്പം കുറച്ച് സമയം സെർബിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചുകുട്ടി തിയോ എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവൻ മഴ നനഞ്ഞാണ്. എൻ്റെ കയ്യിൽ ജാക്കറ്റൊക്കെ ഉണ്ട്. അവൻ മഴ നനഞ്ഞ് 5 കിലോമീറ്ററോളം എന്നോടൊപ്പം ചവിട്ടി വരിക. 13 വയസ്സുള്ള കുട്ടി. എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ അവൻ പെട്ടെന്ന് തന്നെ അവൻ ഒരു വഴിയിലേക്ക് എറിഞ്ഞപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പോകാണെന്ന് പറഞ്ഞാൽ, അവൻ നേരത്തെ പോകേണ്ടതാണ്, കുറേ കൂടി എൻ്റെ വന്നാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. പോകാൻ നേരം പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ ചുറ്റി. അവരുടെ കറൻസി ഇന്ത്യൻ രൂപ 1000 രൂപയ്ക്ക് സമാനമായിട്ടുള്ള അവരുടെ ഒറ്റ കറൻസി എന്തെങ്കിലും. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഒന്നെങ്കിൽ ഞാൻ ഇന്നും ചെലവഴിച്ചില്ല. എൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാനത് ഇപ്പോഴും ഈ ബാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ച് നാട്ടിൽ പോകണല്ലോ, ഇപ്പൊ 2 വർഷത്തോളം ആവുന്നു. എപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? നോ പ്ലാനിങ് ഇസ് മൈ പ്ലാനിങ് ആണ്. എത്തും, എവിടെയാണോ അവിടെ, എപ്പോഴാണോ അപ്പോൾ. ഇനി അടുത്ത രാജ്യം എങ്ങോട്ടേക്കാണ്? ഇനി ഇവിടുന്ന് ഖത്തറിലേക്കാണ്. ഖത്തറിലേക്ക് ബോട്ടിന് പോകാമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇത് ബോട്ടിന് കയറില്ല, കുഞ്ഞു വണ്ടിയാണ്, കുഞ്ഞു ബോട്ടാണ്. സോ എനിക്ക് സൗദിക്ക് അടുത്ത ദിവസം തിരിച്ചു പോകും. സൗദിയിൽ നിന്ന് എന്നിട്ട് ദമാം വഴി ഖത്തറിലേക്ക് പോകും. ഖത്തറിൽ നിന്ന് വീണ്ടും സൗദിക്ക് വന്ന് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനെ പോകും. ശരിക്കും ഇറാൻ, നേപ്പാൾ വഴി സിമ്പിൾ ആയിട്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഇറാൻ, പാകിസ്ഥാൻ വഴി, പാകിസ്ഥാൻ വീസ കിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയും ഈ പരസ്പരം യുദ്ധം ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഒറ്റ വീസയിൽ യൂറോപ്പിൽ മാറി. ഇംഗ്ലണ്ടും ഫ്രാൻസ് അല്ലെങ്കിൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഒറ്റ വീസയിൽ എല്ലായിടത്തും പോകാൻ നമ്മൾ അതിർത്തികൾ പോലും അറിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് തോന്നുന്നില്ല അതിർത്തികളില്ലാത്തൊരു ലോകം വരും. കാരണം ഇവരെല്ലാം ഇന്നലെ അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും വരും. ഇപ്പൊ GCC മുഴുവൻ ഒറ്റ വീസ വരെയാണ്. ആസിയാൻ രാജ്യങ്ങളിൽ ഒറ്റ വീസ ആയി കഴിയുകയാണ്. ആഫ്രിക്കൻ യൂണിയൻ ഒറ്റ വീസയിലേക്ക് വരികയാണ്. അപ്പൊ യൂറോപ്പ് ഓൾറെഡി ആയി കഴിഞ്ഞു. അതിലേക്ക് മറ്റു രാജ്യങ്ങളൊക്കെ സെർബിയ, മോണ്ടെഗ്രോ പോലുള്ളവരൊക്കെ അതിൽ
എല്ലാവരും അതിലേക്ക് അംഗത്വത്തിന് അപേക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളും ചേരാൻ, ഞങ്ങളുടെ അതിർത്തി തുറക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെ ഇനി മാറും. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും മാറുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഗണ്യമായ ശതമാനവും ആയുധത്തിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാനിൽ രണ്ടും ദരിദ്ര രാജ്യങ്ങളായിരുന്നിട്ട് കൂടി ജനങ്ങൾക്ക് പോകേണ്ട നമ്മളുടെ റോഡായി നമ്മുടെ വീടുകൾക്ക് നമ്മൾക്ക് പണമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണമായിട്ട് വരേണ്ട തുകയാണ് ആ രണ്ട് രാജ്യങ്ങളിലും നമ്മൾക്കും അതെ ആയുധമായിട്ട് പോകുന്നത്. അതില്ലാതാവുക തന്നെ ചെയ്യും. എറണാകുളത്ത് അമ്പലമേട്ടിലേക്ക് പോകണം തോന്നില്ല ഇടയ്ക്കൊക്കെ? തീർച്ചയായിട്ടും. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യം എന്ന് പറയുന്നത്, ഇപ്പം യൂറോപ്പിൽ ചെന്ന ഒരൊറ്റ വാഴപ്പഴമേ ഉള്ളൂ, ഒരു ടേസ്റ്റും ഇല്ലാത്ത. കേരളത്തിൽ ഒരാൾ എനിക്ക് കണക്കെടുത്തിട്ട് ഒരാൾ ചെയ്യുന്നുണ്ട് റിസർച്ച്, 200-ലേറെ വെറൈറ്റി ഉണ്ട്. 30 റെഗുലർ വാഴപ്പഴങ്ങളുണ്ട് കേരളത്തിൽ. ഇത്രയും വൈവിധ്യം. നമ്മുടെ ഏത്തപ്പഴം ലോകത്തിലാകെ 3-4 രാജ്യങ്ങളിലേ ഉള്ളൂ. ഇന്ത്യ വിട്ടുന്ന ഇന്തോനേഷ്യ, പിന്നെ ആഫ്രിക്ക, പിന്നെ ബ്രസീൽ, ഇത്രയും ഇടങ്ങളിലേ ഉള്ളൂ അത്. അങ്ങനെ ഇത്രയും വൈവിധ്യം, ചക്കപ്പഴം, മാമ്പഴം, ഇത്രയും വെറൈറ്റി സാധനങ്ങൾ, ഇതൊന്നുമില്ല. അതെല്ലാം മാടി വിളിക്കുന്നുണ്ട്. നല്ല വെള്ളം, നല്ല കാലാവസ്ഥ. സായിപ്പന്മാരെയൊക്കെ സ്വപ്നമാണ് ട്രോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ജീവിക്കാനുള്ളത്. തീർച്ചയായിട്ടും അവിടേക്ക് തന്നെ പോകണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. താങ്കൾക്ക് ലഭിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, അനുഭവങ്ങൾ, അത്രയും വലിയ എക്സ്പീരിയൻസ്, അത് ഗവൺമെന്റ് അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളുടെ ഏറ്റവും ഉയർന്ന മന്ത്രിമാർ അവർക്കെല്ലാം വളരെ താല്പര്യമുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് എന്നെ ഇപ്പോൾ ടൂറിസം മിനിസ്റ്റർ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി പലരോടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ താല്പര്യമുണ്ട്. പക്ഷേ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലതും വളരെ സ്ലോ ആകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പൊളിച്ചടിക്കുക ആകും, ഇതിൽ നിന്ന് മാറും. നമ്മൾ പലതും മാറിയെങ്കിലും ഇപ്പോഴും ലോകത്തിൽ മാറാത്തത് നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ കുറേ ആ ചുവപ്പ് നാടകൾ മാത്രമാണ്. അതും മാറാതിരിക്കാൻ വഴിയില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ അരുൺ തഥാഗത, താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ പ്രചോദനം നൽകി താങ്കൾക്ക് ഉള്ളിൽ തന്നെ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പ്രചോദനം ലഭിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അവർക്ക് താങ്കൾക്ക് എന്ത് രീതിയിൽ പ്രചോദിപ്പിക്കാനാണ് സാധിക്കുക? നേരത്തെ പറഞ്ഞ പോലെ യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിന് അങ്ങ് ഇറങ്ങി ഒരിക്കലും ഞാൻ പോയ വഴികളോ ഞാൻ പോയ എൻ്റെ രീതിയോ അല്ല. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, അതിനനുസരിച്ച് നമ്മൾ തന്നെ മോൾഡ് ചെയ്യും. പോണ വഴിക്ക് പലതിനെ എടുത്ത് ഒറ്റ കാര്യം പഠിച്ച ഒന്നുമായിട്ട് അറ്റാച്ചഡ് ആവാതിരിക്കുക. പറ്റാത്തതിനൊക്കെ അപ്പം തന്നെ വിട്ടുകളഞ്ഞ് പോവുക. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായതും ഇനി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇതൊന്നും പ്രതിസന്ധികളിലാന്ന് പിടിയിട്ട്. കാരണം ഒരു ടെന്റ് മതി ജീവിക്കാനായിട്ട്. ലോകം മുഴുവനും ഇത്രയും കടൽ തീരങ്ങളിൽ, കാട്ടിൽ, പല വീടുകളിൽ ആളുകൾ വിളിച്ചുകൊണ്ട് പോയ ഇടങ്ങളിൽ ഇങ്ങനെ ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുമ്പോൾ ഇത്രയും മതി. നമ്മൾ ഉണ്ടാക്കുന്ന ഈ കെട്ടിപ്പിടിക്കേണ്ട ഒന്നുമില്ല. ജീവിതം സന്തോഷകരമായിട്ട് സുഖകരമായിട്ട് സ്വയം ഇൻസ്പയർഡായി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്ത് ഭൂമിക്കും ഭാരമാവാതെ ആർക്കും ഭാരമാവാതെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഇത്രയും ലളിതമാണ്. എന്തായാലും താങ്കളെ കണ്ടതിലും സംസാരിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. എനിക്ക് ലോകം മുഴുവൻ ഈ ചിരി ഇങ്ങനെ നിറക്കുക നിങ്ങളുടെ യാത്രകളെ കൊണ്ട്, അല്ലെങ്കിൽ ആ മനസ്സുകൊണ്ട് തന്നെ, തുറന്ന സമീപനം കൊണ്ട് വലിയ രീതിയിൽ തന്നെ വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്.